ഇന്നലെ എന്നെ മിസ്റ്റർ എക്സ് എന്ന് വിളിച്ചായിരുന്നു. ചന്ദ്രന്റെ കയ്യിൽ എത്ര ഗണ്ണുണ്ടെന്നോ അവരെന്തോ ചെയ്യുന്നതെന്നോ നമുക്ക് അറിഞ്ഞൂടാ. ചന്ദ്ര ബോസിനെ അണ്ണാന്ന് വിളിക്കുന്ന ഒരുത്തനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സ്വാമി ശരണം. സ്വാമി ശരണം. என்ன இது ஒரு திடீர் முடிவு. സ്വാമി ശരണം. സഡൻ മുടിവ് എന്താ ഇത്? സഡൻ മുടിവാ സാർ? അതല്ല സ്വാമി, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഞാൻ ഈ മാസം ശബരിമല പോകുന്നുണ്ട്. എനിക്ക് കുറച്ച് പാപങ്ങൾ ചെയ്തു തീർത്ത പാപങ്ങളൊക്കെ കഴുകി കളയണമെന്ന്. അത് കറക്റ്റാണ്. കുറെ യാനകളെ കൊണ്ടല്ലേ പண்றது. ഒരുപാട് പേരെ ഈ കൈ കൊണ്ട് തീർത്ത് കളയേണ്ട വന്നു. അത് ഇനി സുഖമാണോ? ഓ നല്ല സുഖം, നല്ല സുഖം, നല്ല സുഖം. കോച്ച് ഒരു മിനിറ്റ്, ഞാന് കോച്ച് ഈ ഫോണൊന്ന് പിടിച്ചെഴുതുന്നു. ഇനി വന്നേ. ആരുടെ ഒരു ഫോൺ എന്റെ കൈ കൊണ്ട് തന്നിട്ടേ ഉമ്മന്നോ? നിങ്ങളല്ലേ കൊണ്ട് തന്നേ? എൻകിட்ட ഒരു 5 ഫോൺ ഇருக்கு ഇപ്പൊ. നീ എന്നടാ എന്റെ ഫോണാന്ന് തോന്നുന്നുട്ടോ നിങ്ങക്ക് തന്നത്? அப்படியா? അല്ലല്ല டிசேபிள்டு. இப்ப என்கிட்ட ஒரு 5 ഫോൺ இருக்குடா. என்ன பண்றது இந்த ഫോൺ എല്ലാം വെച്ച്? അപ്പൊ അവിടെ ഇവിടെ വിൽക്കാം. കിലോയ്ക്ക് 2 ഫോൺ 5, 2 ഫോൺ 50 അങ്ങനെ വിൽക്കാം. കോച്ച് ഇതേ കോച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നലെ എന്നെ മിസ്റ്റർ എക്സ് എന്ന് വിളിച്ചായിരുന്നു. കോച്ച് ആ നമ്പർ ഞാൻ മറന്നുപോയി. ഒരു 4113. കോച്ച് അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരാരാണ്ടെ കണ്ടുപിടിച്ചു. നമ്മളെയും കൂടെ വിളിക്കാം, അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ ഞാൻ അന്നേരം നമ്മൾ ഇന്നലെ വേറെ മറ്റേ ഷമീറൊക്കെ വന്ന സമയത്താണ് ഞാൻ ഇന്നലെ അവിടെ ഇരുന്നത്. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. സൂപ്പർ. ബട്ട് ആണോ നാളെ ഒരു മീറ്റിംഗ് സെറ്റ് ആക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആണല്ലേ? ഇതിപ്പോ കൊറേ ദിവസമായി കേട്ടാ. ചന്ദ്രന്റെ കയ്യിൽ എത്ര ഗണ്ണുണ്ടെന്നോ അവരെന്തോ ചെയ്യുന്നതെന്നോ നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ അതൊക്കെ മെയിനായിട്ട് ചന്ദ്രൻ மட்டும் കുറെ പേരുണ്ട് ഈ ഗൺ ഇത് ப்ராஜெக்ட்ல. ஓகே, பட் சந்திரன் நம்மளோட கேங்ல இருக்கிறதுனால அவனை மெயின் திங் நம்மளுக்கு என்ன தெரியுமா வேணும்? நம்மளோட கன். அது எவ்வளவு காசு இருந்தாலும் நானே கொடுத்து எடுத்துக்கிறேன். ஓகே, நம்மளுக்கு வேண்டியது நம்மளோட கன். அப்புறம் சந்திரன் வந்து ரியலைஸ் செய்யணும். அவன் தான் லீடர். எங்க எல்லாரையும் കണക്ട് റേഡിയോ 1000. എന്താ പതിവില്ലാതെ ഒരു മുടിഞ്ഞ മഴ. മുല്ലപ്പെരിയാറല്ല പൊട്ടാറായോ? ഹലോ 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 ഇതാരാ? പരുന്തുവാസ് ഗ്യാങ് ആയിരിക്കുമല്ലോ ഒബിയസ്ലി. അതെ എടാ ഇല്ലടാ, ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മുടെ ഉള്ളൂ. നമുക്ക് വെളിയിലോട്ട് സെയിൽ ചെയ്യാനുള്ളതില്ല. ഓക്കെ ഇല്ല പറ കോച്ച്. ஸோ மெயினாயிட்டு சந்திரன் தான் நம்ம எல்லாரையும் சந்திரன் தான் வந்துட்டு இது. பட் ஆனால் அவன் ரியலைஸ் ചെയ്യணும். അത്രേ ഉള്ളൂ, വേറെ എതും അല്ലടാ. റിയലൈസ് ചെയ്യുന്നത് മാത്രമല്ല കോച്ച്, ഇതിനെ അവൻ കാണിക്കാൻ പാടില്ല. മനസ്സിലായ? எஸ் கன்ஃபார்ம் ஆயிட்டு. பிகாஸ் நானும் ஏன் தெரியுமா இதை பறையிறேன். இப்ப நான் கன் எடுத்து வித்தாலோ இல்ல ஏபிள் கன் எடுத்து வித்தாலோ அப்ப எவ்வளவு செய்யலாம் இல்ல. பட் அது ஒரு பேசிக் ரூல் ആണ്. அதை மட்டும் அதை மாறக்கூடாதுன்றதுக்காக தான் நான் இவ்வளவு போராடுறேன். வேற எதுவும் இல்ல. ഹലോ, തിരക്കിലാണോ? എന്തെങ്കിലും പരിപാടിയിലാണോ നമ്മള്? സ്വാമി ശരണം. നമ്മള് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. പറഞ്ഞു എന്ത് പറ്റി? അല്ല, പരിപാടിയിലൊന്നും അല്ലെങ്കിൽ ഇന്ന് ഈവന്റ് നൈറ്റ് ആണ്. ഫസ്റ്റ് ഈവന്റ് തുടങ്ങാൻ പോകുന്നുണ്ട്. ടിവിന്ന് വരുന്നുണ്ട്, എല്ലാരും വിളിക്കുന്നുണ്ട്. വന്നു. ഓക്കെ, എന്ത് ഈവന്റ് ആണ് ഇത്? ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് ആണ് ഫസ്റ്റ് ഈവന്റ്. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ്.
ഒരുപാട് ഈവന്റ്സ് വരുന്നുണ്ട്. ഇന്ന് മൊത്തവും നമ്മൾ 1000 CR ഈവന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ സിറ്റിയിലുള്ള എല്ലാ ഗ്യാങ്ങളും അങ്ങോട്ടേ വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ എനിക്കിപ്പോ കാര്യം പിടികിട്ടി. ഇന്നൂടെ ഉള്ളല്ലേ സിറ്റി, ഇന്നൂടെ ഉള്ളല്ലേ? അല്ല അങ്ങനല്ല, അവസാനമായിട്ട് പൈസ എല്ലാം എല്ലാവർക്കും കൊടുത്ത് പറഞ്ഞു വിടുന്ന പരിപാടി. ബ്രോ റോസിയാണ്. ഞങ്ങളെ ഡിസ്കോഡ് ഒരു മഹാനായ വ്യക്തി കയറി അടിച്ചായിരുന്നു. അപ്പൊ ഡിസ്കോഡ് മൊത്തം പോയി. അപ്പൊ അത് റീബിൽഡ് ചെയ്തപ്പോ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് നടത്തുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരും അങ്ങോട്ട് വലിക്കാം. ഇല്ലല്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. എവിടെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇപ്പോ ഈവൻ ലൊക്കേഷൻ, ഇവിടെ ഈവൻ ലൊക്കേഷൻ എത്രയായിരുന്നു? ഈവൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞു 163. ഇപ്പൊ അവിടെ തുടങ്ങാൻ പോവാണ്. വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ വലിക്കാം. അവിടെ തിരിച്ച് GRV ആയിരിക്കും ഗ്യാങ്ങോട്ടിലൂടെ. മുണ്ടുണ്ടോ ഇവിടെ? ഫുൾ മുണ്ട് താഴെ വരെയുള്ള കറുത്ത മുണ്ടല്ലേ? സ്റ്റോക്കില്ല, സ്റ്റോക്ക് വരുമ്പോ അറിയിക്കാം. സ്വാമി ശരണം. പിന്നെ സ്വാമി ഒന്ന് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചോളണം സ്വാമി. എന്ത് പറ്റി? അല്ല, ഞാൻ കുറച്ച് തപ്പിയായിരുന്നു, കിട്ടിയില്ല സ്വാമിനെ. ആണോ? പുറത്താണോ? അതെ സ്വാമി വിളിച്ചായിരുന്നു അവിടെ വേറൊരു സ്വാമി. ഓക്കെ ഓക്കെ സ്വാമി. പറയൂ. ഈ ടാബ്ലറ്റ് വർക്ക് ഞാൻ ഇനി സ്വാമി ആയാലും സന്യസിക്കാൻ പോയാലും എനിക്ക് താടി വരില്ല, മനസ്സിലായ? അതാണ് പ്രശ്നം. വരാണെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി. അപ്പൊ ഞാൻ 1000 കോടിയാണ്. ബാക്കിയുള്ളവർ കൊണ്ടുപോകും. വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. നമ്മള് വന്നാൽ നമ്മളെ ജയിക്കത്തോടെ. അതാ നമുക്ക് വരെ ഒരു 1000 കോടി നമ്മൾ കൊണ്ടുപോകല്ലോ. പൈസ നമ്മുടെ ഗ്യാങ്ങിലെ ചന്ദ്രബോസിനെ അണ്ണാന്ന് വിളിക്കുന്ന ഒരുത്തനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഏബല. இன்னொன்னு கண்டுட்டோம்டா. ഈ SRK ചന്ദ്രനോട് എപ്പോഴുമേ സിറ്റിക്കിട്ടിരിക്കും. അങ്ങ് വന്ന അതുകൊണ്ടാണ് ഞാൻ കോച്ചിനോട് പറയുന്നത്, ഇവന്മാരുടെ ഒന്നും അടുത്തിരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ മണ്ടത്തരം വിളമ്പരുത്. നിങ്ങൾ വീണ്ടും അവിടെ ഇരുന്ന് സംസാരിക്കുമോ മണ്ടനെ പോലെ? സോറി സാർ ലീഡർ സാർ മനസ്സിലേക്ക് ബോസ് അണ്ണൻ ഒരു കൂട്ട മുതലല്ല. ഹലോ വാസുല്ലേ? അതെ, ഒരു കാര്യം പറയണമായിരുന്നു. പറഞ്ഞോ. കുറച്ച് അർജന്റ്. ഇത് വേറെ ആരും അറിയാണ്ട് നോക്കണം. നിങ്ങളുടെ ഗ്യാങ്ങില് ചില്ലുവ കോച്ച് പുള്ളി ഗണ്ണ് സെയിൽ ചെയ്യുന്നുണ്ട്. പുള്ളിയാ? ഓക്കെ. പുള്ളി എനിക്ക് 4 ഗണ്ണ് കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്തായിരുന്നു. സോ ബി അവെയർ. വിൻസ്റ്റക്സിന്റെ കിട്ടിയ വലിയ പ്രശ്നമാവും, സൂക്ഷിക്കുക. 4 ഗണ്ണ് സെയിൽ ചെയ്തോ? ഇല്ലുവാ? ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ട് കേട്ടാ. ഇനി ആ ശബ്ദത്തിന് എന്തൊക്കെ ബേസ് കൂട്ടിയാലും, ഇനി എന്തൊക്കെ ഇത് കുറച്ചാലും എന്താ പറഞ്ഞോടെ എനിക്കത് തിരിച്ചറിയാൻ പറ്റും. ചന്ദ്രൻ ഒന്ന് വന്നേ. கூப்பிடல, அவன் என்ன மட்டும் தான் கூப்பிட்டான். இவள் உட்காரு, இங்கே சுற்றுடா ஏவல் பண்ணி. കോച്ച് എനിക്കിപ്പോ ഒരു കോള് വന്നു കേട്ടാ. ടിവിയിലെ കില്ലുക കുറെ ഗണ്ണ് പുറത്ത് വെക്കുന്നുണ്ട്. 4 ഗണ്ണാണ് ഇപ്പൊ പുറത്ത് വിറ്റത്. ഇത് മിസ്റ്റർ എക്സ് അറിഞ്ഞ പ്രശ്നമാവുന്നു. ഹലോ அவங்க கண்ணு ஹலோ അങ്ങനെ പറഞ്ഞിട്ട് കോള് വെച്ച്. ഓക്കെ. മിസ്റ്റർ എക്സോட നമ്പർ കൊട്. മിസ്റ്റർ എക്സിന്റെ നമ്പർ ഇല്ല എൻ്റെ ഇല്ല. എന്നെ വിളിച്ച ആളുടെ നമ്പർ 4113. ചന്ദ്രൻ അല്ലായിരുന്നു അത്? 4113 വാ. cannot be reached ന്ന് പറഞ്ഞു. MRC മിക്കവാറും നിർത്തുമെന്നോ? ഇതെന്താ നിങ്ങൾക്ക് ഇവർക്കൊക്കെ എന്ത് പറ്റിയാ? പറ.
ഗണ്ട് വിത്തിരിപ്പേണ്ട ഉനക്ക് ഡൗട്ട് இருக்கா? ஏய் அங்கறது ஒரிக்கவே இல்ல கோச். இல்லடா நான் நம்ம கேங்காக நல்லா இருக்கணும் நான் ட்ரை பண்றேன். ஆனா என்ன மாத்துறாங்க எல்லாத்தையும். டேய் இதே ഹലോ പറടാ. എന്ത് പറ്റിയണ്ണാ? ഇല്ലല്ല ഒന്നും പറ്റിയില്ല. കാലൊന്നും പിടിക്കണ്ട, ക്ഷമിച്ചു. ஓ உனக்கு அந்த இது வேற இருக்கு. ஆமா ஆமா உனக்கு பாஸ் அண்ணன் வேற இல்ல, பாஸ் அண்ணன்ல அதனால தானே മനസ്സിലായി. എന്ത് കോച്ച് പറയുന്നേ? ബോസണ്ണ എന്ത്? ബോസണ്ണ എന്ത്? ബോസണ്ണ ഇല്ല, വന്നില്ല ഇന്ന് ബോസണ്ണൻ. வந்து கேங் ஹவுஸ் முன்னாடி இருந்தான், நான் கண்டிட்டு வந்தேன். ആണോ? ബോസണ്ണ ഞാൻ കണ്ടില്ല കേട്ടോ. ബോസണ്ണ ഉണ്ടോ ഇവിടെ? ഇല്ല, കണ്ടില്ല. കാർപ്പറ്റ് നമ്പർ പറയാം. இது ஏதோ பிளான் பண்றாங்கடா. போர்ட்ரேட் மேல போர்ட்ரேட் பண்ண பாக்குறாங்க, அது മനസ്സിലായി எனக்கு. ഹലോ 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 അണ്ണാ. ആ ചന്ദ്ര, അണ്ണ എവിടെ? അണ്ണ എവിടെ? നീ എവിടെ? അണ്ണാ ഞാൻ ഈ നീഗൻ ഏതോ കാലിന്റെ കീക്കായിരുന്നു, അവനിപ്പോ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഓ സോറി അണ്ണാ, സ്വാമി ശരണം. സ്വാമി ശരണം തെറിയൊന്നും പറയരുതേ. ഇല്ല 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 അണ്ണാ, ഞാൻ അണ്ണനോട് ഞാനും മാലിട്ടാണെന്ന് ആലോചിക്കുക. നീ എവിടെ ഉണ്ട്? കാണണല്ലോ. ഞാൻ എന്താ മുതുകെത്തി ഹെലിയില. ആ എന്നാ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഗ്യാങ് ഹൗസിലോട്ട് വരാം. ആ ഗ്യാങ് ഹൗസിൽ ഞാൻ എന്താ എത്തി. ഇവിടെ ഉണ്ട് കേട്ടാ, സിറ്റിയിലുണ്ട് കേട്ടാ, റേഡിയോയിലൊന്നും കേറാതിരിക്കുക. പറந்து போலாம். പറന്നൊന്നും പോണ്ട, വണ്ടി കയറുവാ. പറന്നു പോയി. என்னோட ஃப்ளைங் மிஷின் எடுத்துட்டு வந்துடுறா. நீங்க ரெண்டு பேரும் அதுல வந்துருங்க. കുഴപ്പമില്ല, ഒരു വെറൈറ്റി ഇരുന്നോട്ടെ. അവനിടണം, കുഴപ്പമൊന്നുമില്ല, ചില്ലാവ്. ഫുള്ളി എയർ കണ്ടീഷൻഡ് വണ്ടിയുണ്ട്. നീ വണ്ടിക്കകത്ത് കയറി തൽക്കാലം. ആശ എവിടെ? ആശ എവിടെ? ഫുള്ളി എയർ കണ്ടീഷൻഡ് വണ്ടിയായിരുന്നു എന്റെ നടക്കുന്നേ. എടാ നിന്റെ ഷർട്ട് ഏതാടാ? ഷർട്ട് എന്നോ എനിക്കൂടെ പറഞ്ഞ ചാറ്റിലെല്ലാം. സ്വാമിയേ ശരണം അയ്യപ്പ. മാസ്ക് കൂടെ വെക്കണ. ഞാനൊരു കിടിലൻ താടി പറഞ്ഞു തരാണ്. നിന്റെ താടി എനിക്ക് വേണ്ട. ഗെറ്റ് റെഡി വിത്ത് മീ ആയി ഫുള്ള് അരമണിക്കൂറായിട്ട് തോർത്തിട്ടോണ്ടിരിക്കണ് മനുഷ്യൻ, ജീവിതം വെറുത്ത്. ഞാൻ വരുന്നു അങ്ങോട്ട് വരും. ஒரே நிமிஷம். ஹலோ 1 செகண்ட். ഹലോ. ഇപ്പൊ മനസ്സിലുള്ളോണ്ടല്ലേ എന്ത് ചെയ്യാനടാ. ഫോൺ കോൾ ചെയ്തു. എടാ ചന്ദ്ര, ഇവിടെ സിറ്റിയിൽ എന്തോ ഒരു ഇവന്റ് ഉണ്ടെന്ന് പറയുന്നത്. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്ങിന് എത്രാണ്ട് കോടി, 100 കോടിയോ എന്തോ. 20 കോടിയൊക്കെ നമുക്ക് മൂട് വേണ. 100 കോടി ലാസ്റ്റ് സ്റ്റാൻഡിങ്ങാ. എന്തിനാണ് പരിപാടി? എന്തിനാണ്? 3773. ഹലോ, ഒരു പിടുത്തല്ല. ഞാൻ അങ്ങോട്ട് വരാം. 1000 കോടിയാണെന്ന് മൊത്തം. അങ്ങോട്ട് വരാം, ഗ്യാങ് ഹൗസ് വരാം. വാ കോച്ച്, പറ. ஒரு 2 மினிட்ஸ்ல அந்த മിണ്ടല്ലേ. அவங்க இங்க வராங்க. ஓகேவா? നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്യാങ് ഹൗസ് വരെ പോയിട്ട് വരാം. വാ. ഓക്കേ. അപ്പൊ ഞാൻ ഗ്യാങ് ഹൗസ് കിட்ட വர சொல்றேன். ഹലോ മണ്ടനാണോ നിങ്ങള്? ഈ ചൈനയിൽ പോയപ്പോ മാത്രമേ ബുദ്ധി ഉള്ളായിരുന്നോ? ഇങ്ങോട്ട് വന്നേ കോച്ച്, ഇങ്ങോട്ട് വന്നേ. ഇല്ല മനസ്സിലായി. ഗ്യാങ് ഹൗസിൽ ചന്ദ്രനില്ലേ? ഓക്കെ. അവൻ എവിടെ ഇറക്കാൻ തെരിയില്ല എനിക്ക്, അതനാല അത് சொல்லிட்டேன். വാ ഗ്യാങ് ഹൗസിൽ ഒന്ന് പോയിട്ട് വരാം. വാ. വണ്ടി ഏതാ? നീല വണ്ടി ഇല്ലേ? അത് നമ്മുടെ സ്വന്തം വണ്ടിയാണ്. ഇതിനകത്ത് ഏത് നീലയാ? ജീപ്പ്. ഇത് നമ്മുടെ ജീപ്പിലാണ്. വാ കേറ്. അതോട് കുറച്ചു നേരം കളിച്ച് നാണേ വിളിக்கிறேன். ഓക്കേവാ? ആമാ വിളിക്കോ കോച്ച്?
ഓക്കെ ഞാൻ അവനെ അറിഞ്ഞോണ്ടിരിക്കാൻ ഫ്രീ ആയിട്ട് വിളിക്കാം. കൺഫേം മീറ്റ് பண்ணலாம். കൊമ്പനെ എടുക്കാം. ജില്ലെന്ന് നിക്കുവണ്ണ വണ്ടി. എടാ അത് നീ എന്റെ കൊമ്പനെ കാണാത്തോണ്ടാ. അണ്ണാ ഇത് ഒറ്റ കൊമ്പനാണോ? ഒറ്റ കൊമ്പൻ. നീ ആ കൊമ്പനെ അല്ല വേറെ കൊമ്പനില്ല. ഞാൻ എന്റെ കൊമ്പനെ കാണിച്ചു തരാം നിനക്ക്. എന്താടാ ഒറ്റ കൊമ്പന്റെ എത്ര വരുമോ? ഒറ്റ കൊമ്പൻ എന്റെ കൊമ്പന്റെ 7 അയലത്ത് വരുമല്ലോ. മാറ എന്റെ കൊമ്പനെ എടുത്തിട്ട് വരാം ഞാൻ. റേഡിയോ 119. സേവ് ചെയ്യാൻ പറ്റൂല. ഹലോ 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 അണ്ണാ പറയടാ. അണ്ണാ എവിടാ? ഞാൻ പറയട്ടല്ലേ. എനിക്ക് ഗ്യാങ്ങിനോട് കയറാൻ പറ്റില്ല, റോളില്ല. വേറെ നിർത്തിയില്ല, ആരും കോണ്ടാക്ട് നമ്പർ ഇല്ലേ? ഇവിടെ ലൊക്കേഷൻ എന്തേലും പറയൂ. നീ ഗ്യാങ് ഹൗസിന്റെ വീട്ടിലോട്ടോ? ഗ്യാങ് ഹൗസിന്റെ വീട്ടില് വഴിയിലാണോ? റോഡില് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വരാം. നമ്പർ നമ്പർ ലൊക്കേഷൻ. നീ എവിടെ നിക്കുന്നത് പറ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഇവിടെ 9273 9273. ഹലോ അങ്ങോട്ട് വരുവാ. ഓക്കെ ഓക്കെ. കുറച്ച് നമ്മുടെ പയ്യനെ ഒന്ന് ഇത് ചെയ്യണം. ഇവിടെ കാണാൻ റിപ്പയർ ഉണ്ടോ? അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ റിപ്പയർ? എല്ലാരും കത്തിപ്പോയി. ആര് കത്തിപ്പോയി? ആ കോച്ച് എത്തിപ്പോയി. മറ്റേ ഇതില്ലേ അണ്ണ, പലാറ്റല്ലേ അണ്ണ, ഒരു രോയന്റെ അല്ലേ അണ്ണ കോച്ചൊക്കെ. കോച്ച് പറയണ എല്ലാരും കത്തിപ്പോയി. 59 ആ വഴിക്ക് പോയി. അണ്ണ ഇത് അണ്ണ ഏതൊരു പെൺകൊച്ച്, ഏതൊരു അണ്ണാ അത് നമ്മുടെ കീൽസിന്റെ പറ്റ റാശിയല്ലേ അത്? ആണോ? എന്നപ്പോ ഞാൻ അൽഫാമയിലെ അണ്ണ. വേണ്ട ഞാൻ അൽഫാമയിലെ. എടാ എന്താ വെച്ചാ മറ്റേ പെണ്ണ് തന്നെ തുപ്പിയാ? ഭാഷ എന്താ പരിപാടി? അയ്യോ സ്വാമി ശരണം. ഞങ്ങള് മലക്ക് പോവാൻ വേണ്ടിട്ടായിരുന്നു. അയ്യോ ആരൊക്കെ ശബരിമലക്ക് പോകുന്നതിനാ. മലക്ക് പോകുന്നതിനാ. ഇത് കൊറേ പാവങ്ങളാണ് ഫുള്ള് ഇവിടെ ഞങ്ങൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒഴുക്കി വിടണം. അതെ 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 അതെ. നിങ്ങൾ എന്താ ഇവിടെ ടണലിന്റെ പരിപാടി? ഞങ്ങളിങ്ങനെ ഒരു പിണക്കമൊക്കെ മാറ്റാൻ വേണ്ടി അങ്ങനെ വന്നാണേ. നിങ്ങള് കപ്പിൾ പിണക്കത്തിലായിരുന്നല്ലേ? കപ്പിളല്ല വാസു ബ്രോ, ഒരാൾക്ക് ഒരാളോട് ഇഷ്ടാന്ന് പറയാൻ ഐ ലവ് യു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ അതെ അതെ, അത് ശരിയാ, അത് ശരിയാ. അതെ 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 അതെ. എന്നാലും വാസുടാ ചെയ്ത പാപങ്ങളെല്ലാം ഇറക്കാൻ പോവല്ലേ? അതെ, ചെയ്ത പാവങ്ങളൊക്കെ തീർക്കണം. തീർത്തിട്ട് വരാം, എന്നിട്ട് വേണം പുതിയത് ചെയ്യാൻ. അതെ അതെ, ഞാനതാ പറയാൻ വന്നത്. വേഗം പോയിട്ട് വരണോട്ടോ. നമുക്ക് ചെയ്യാൻ ശബരിമലയുടെ അടുത്തൊരു വീട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അടുത്തൊക്കെ തന്നെ, ഏകദേശം അടുത്താണ്. അല്ല ചെരുപ്പ് പാടില്ലാന്നല്ലേ? എന്തിനാ ചെരുപ്പിട്ടേക്കണേ? ചെരുപ്പ് ഞാൻ വണ്ടിക്കകത്ത് ഇപ്പൊ ഊരിട്ടതുള്ളായിരുന്നു, ഇതിനെ കണ്ടില്ല കേട്ടോ. മുല്ലും കാലിക്ക് മെത്തേന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാല ഉണ്ടോ? മാല ഇട്ടില്ല. സെറ്റാണ്. അപ്പൊ എന്തായാലും കണ്ടത് സന്തോഷം. നിങ്ങളുടെ കാര്യം നടക്കട്ടെ ബ്രോ. എന്റെ പേര് ചെകുത്താൻ മേടി. ഓക്കെ 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 ഓക്കെ. അപ്പൊ നടക്കട്ടെ നിങ്ങൾ അവനൊന്നും പറയണില്ലല്ലോ. എടാ എല്ലായിടത്തും നമ്മളിങ്ങനെ ഇതായി കഴിഞ്ഞാൽ പ്രശ്നമാണടാ. അപ്പൊ പോയിട്ട് വരാം റഷ മാഡി, പോയിട്ട് വരാം. ഓക്കെ മാഡി, ബൈ 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 ബൈ. എന്താടാ ആ ബോസണ്ണൻ കുറച്ചു നേരം അവിടെ നിന്നോട്ടെ. ബോസണ്ണനെ കുറച്ച് എന്താ നേരം നിന്ന് കഴിഞ്ഞാൽ ബോസണ്ണന്റെ ഇത് ഇടിഞ്ഞു വീഴുവോ? ബോസണ്ണന്റെ ഓരോ എന്തോ കിട്ടിയെന്ന് തോന്നല്ലോ.
എനിക്ക് എന്ത് തരാൻ ബോസന്റെ ഭാഗമാണല്ലോ ബോസണ്ണ അവിടെ കുറച്ചു നിന്ന് നമ്മളെ കൂട്ടത്തിലൊരു പയ്യനെ വിളിക്കാൻ പോവല്ലേ നമ്മള്. ആ അതെത്തിയാണ് അമ്മ എത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ വരുവേ.